പാലക്കാട് ജില്ലയിലെ നെല്ലിമേട് എന്ന സ്ഥലത്തെ പ്രമുഖ കർഷകരിൽ പ്രധാനിയാണ് നാഗരാജൻ. പരമ്പരാഗതമായി കാർഷിക വൃത്തിയിൽ കഴിഞ്ഞിരുന്ന കുടുംബമാണ് നാഗരാജന്റേത്. കുടുംബത്തിൽ നിന്നും വീതിച്ചു കിട്ടിയ 18 ഏക്കറിൽ കൃഷി തുടരുക മാത്രമായിരുന്നു നാഗരാജന്റെ ധർമ്മം. പാലക്കാട് ജില്ലയിൽ മൂലത്തറ വില്ലേജിൽ നെല്ലിമേട് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് താമസം. പാരമ്പര്യമായിട്ട് കൃഷി ആണ് ഞങ്ങളുടെ പ്രധാന തൊഴിൽ. 30ഓളം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് ഇവിടെ 25 ഏക്കറോളം സ്ഥലത്ത് വന്നിട്ട് തെങ്ങിൻ്റെ ഇടയിൽ വന്നിട്ട് ഇടവിളയായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് നല്ല വരുമാന മാർഗം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ തോട്ടത്തിൻ്റെ ഉള്ളിൽ തെങ്ങ് മാത്രമല്ലാണ്ട് 4 തെങ്ങിൻ്റെ നടുക്കിലൊരു ജാതി, 2 തെങ്ങിൻ്റെ നടുക്കിലൊരു കൊക്കോ, അതല്ലാണ്ട് സപ്പോട്ട, തെങ്ങിൻ്റെ ചോട്ടിൽ കുരുമുളക്, ഇതുപോലുള്ള എല്ലാ ഇടവിളകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് നമുക്ക് വാഴ, സീസൺ ക്രോപ്പായിട്ട് പച്ചക്കറികൾ, തക്കാളി, മുളക്, പച്ചമുളക്, ഇതുപോലുള്ള സീസൺ ക്രോപ്പായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് മരച്ചെടികളായിട്ട് തേക്ക്, മഹാഗണി, ഇതുപോലുള്ള സംഭവങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 25 ഏക്കറും നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ ആൻഡ് ഫുൾ ഓർഗാനിക് കൃഷിയാണ്. ഫെർട്ടിലൈസറോ കെമിക്കലോ വന്നിട്ട് 20 കൊല്ലമായിട്ട് നമ്മൾ ഈ തോട്ടത്തിനുള്ളിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ലാണ്ട് ഈ തോട്ടത്തിൽ കിട്ടുന്ന കംപ്ലീറ്റ് വേസ്റ്റ് സാധനങ്ങളും നമ്മൾ 3 കുഴികളാക്കിയിട്ട് ആ 3 കുഴികളിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് റീസൈക്കിൾ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയും നമ്മുടെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത്. പ്രധാന കൃഷി തെങ്ങ് തന്നെയാണ്. മേൽത്തരം വിളവ് ലഭിക്കുന്ന തനി നാടൻ തെങ്ങുകളാണ് ഇവിടെയുള്ളത്. '45 ദിവസത്തിൽ ഒരിക്കൽ വിളവെടുക്കുന്ന നാളികേരം ഉടച്ച് ഉണക്കി കൊപ്രയാക്കിയ ശേഷം തൊട്ടടുത്ത മില്ലിൽ കൊടുത്ത് എണ്ണയാക്കി വിൽക്കുകയാണ് രീതി. വളക്കൂറുള്ള മണ്ണും ആവശ്യത്തിനുള്ള വെള്ളവും കിട്ടുന്നതിനാൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന നാളികേരത്തിന് മറ്റ് നാളികേരത്തേക്കാൾ വലിപ്പമേറെയാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഗുണവും മണവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നാഗരാജന്റെ വെളിച്ചെണ്ണയ്ക്ക് മാർക്കറ്റിൽ എന്നും ഡിമാൻഡാണ്. തെങ്ങിന് ഇടവിളയായി മറ്റൊരു പ്രധാന കൃഷി ജാതിയാണ്. ഏതാണ്ട് 500ഓളം മരങ്ങൾ ഇവിടെ പരിപാലിക്കുന്നു. നല്ല കായ്ഫലമുള്ള പല പ്രായത്തിലുള്ള ജാതി മരങ്ങളും ചെടികളും ഇവിടെയുണ്ട്. ഇവയിൽ നിന്നും ആരെയും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള മികച്ച വിളവാണ് ലഭിക്കുന്നത്. ഉണക്കി മാർക്കറ്റിലെത്തിക്കുന്ന ജാതികയ്ക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ ഉൽപ്പാദിക്കുന്ന സാധനം പച്ചക്കറികൾ കംപ്ലീറ്റും നമ്മൾ തൊട്ടടുത്ത് കമ്പാലത്തറയിൽ ഒരു VAPCKയുടെ ഗവൺമെൻറ് സ്ഥാപനമുണ്ട്. അതിലേക്കാണ് നമ്മൾ പച്ചക്കറികൾ വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കണത്. തേങ്ങ വന്നിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ട് കച്ചവടക്കാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വില കിട്ടുന്ന കച്ചവടക്കാർക്കാണ് നമ്മൾ വിൽപ്പന ചെയ്യണത്. അതുപോലെ സപ്പോട്ട ഓർഗാനിക് ആയതുകൊണ്ട് ഇവിടെ തന്നെ വന്ന് എടുത്ത് കൊണ്ടുപോകാനുള്ള ആൾക്കാരുമുണ്ട്. പിന്നെ മീനാക്ഷിപുരത്ത് നമ്മൾ ഫ്രൂട്ട് സ്റ്റാളിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. 18 ഏക്കറിലെ മറ്റൊന്ന് കൊക്കോ കൃഷിയാണ്. ചോക്ലേറ്റ് നിർമ്മാണത്തിനും മറ്റും ഏറെ ഉപയോഗിക്കുന്ന കൊക്കോ കമ്പനികൾ നേരിട്ട് വന്ന് എടുക്കുകയാണ് പതിവ്.
അതിനാൽ ട്രാൻസ്പോർട്ടേഷൻ പണം ഇതുവഴി നാഗരാജന് ലാഭിക്കാൻ കഴിയും. മരത്തിൽ നിന്നും പാകമായ കൊക്കോ പറിച്ച് തല്ലി ഉടച്ച് ഉണക്കിയ ശേഷമാണ് വിൽപ്പന. കൊക്കോയ്ക്കും ജാതിക്കും വലിയ അളവിൽ കീടബാധയില്ലാത്തതിനാൽ കീടനാശിനി പ്രയോഗം അത്യപൂർവമായി ഇവിടെ ആവശ്യമായി വരുന്നു. കേരളത്തിൽ എല്ലാ കാലത്തും എല്ലാ പ്രദേശങ്ങളിലും കൃഷി ചെയ്യുന്ന ഇനമാണ് വാഴ. ഏത് സീസണിൽ കൃഷി ചെയ്താലും മടിയില്ലാതെ വിളവ് തരുന്ന വാഴ കർഷകന്റെ പാടത്തെയും പറമ്പിലെയും കൂട്ടുകാരനാണ്. ഇവിടെ നാഗരാജന്റെ കൃഷിത്തോട്ടത്തിലും ധാരാളം വിവിധ ഇനത്തിൽപ്പെട്ട വാഴച്ചെടികൾ പരിപാലിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായി നേന്ത്രൻ, ചെങ്കതളി, പൂവൻ, പാളയംകോടൻ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. നിലം ഒരുക്കിയ ശേഷം തട്ടുകളായി തരംതിരിച്ച് തുല്യ അകലത്തിൽ കുഴികുത്തി അടിവളമായി പച്ചില, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം എന്നിവ ചേർത്ത് വെച്ച് പരുവപ്പെടുമ്പോൾ നാടൻ ഇനത്തിൽപ്പെട്ട വാഴക്കന്നുകൾ ഇവിടെ നടുന്നു. എല്ലാ വാഴച്ചെടികളും ദിവസേന എന്ന വണ്ണം നിരീക്ഷണം നടത്തുന്നതിനാൽ സാധാരണ വാഴത്തോട്ടത്തിൽ കണ്ടുവരാറുള്ള കീടബാധയോ പുഴുശല്യമോ ഇല്ല. അങ്ങനെ കണ്ടാൽ മുളയിലെ തന്നെ അവയെ നശിപ്പിക്കുകയാണ് നാഗരാജന്റെ രീതി. സാധാരണ ഏത്തവാഴക്കുലയിൽ 6 പടല വരെയാണ് കാണപ്പെടുക. എന്നാൽ നാഗരാജന്റെ തോട്ടത്തിലെ നേന്ത്രവാഴക്കുലയിൽ 7 പടല വരെ ചുരുങ്ങിയത് കാണാൻ കഴിയുന്നത് ഒരു വിസ്മയമായി നിലനിൽക്കുന്നു. സാധാരണയായി നമ്മൾ നേന്ത്രവാഴയിൽ കാണുന്നത് 6 ചീർപ്പ് കാഴ്ച നിൽക്കുന്നതാണ്. ഇവിടെ അപൂർവമായി 7 ചീർപ്പുള്ള നേന്ത്രവാഴയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാമോ ചേട്ടാ? നമ്മൾ ഈ നിൽക്കുന്നത് വന്നിട്ട് ഓപ്പൺ ഫീൽഡാണ്. ഓപ്പൺ ഫീൽഡിൽ വന്നിട്ട് നമ്മൾ സ്പിക് കമ്പനിയിലിരുന്ന് കൊണ്ടുവന്ന ടിഷ്യൂ കൾച്ചർ വാഴയാണ് നമ്മൾ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നത്. അത് ഒരു ക്രോപ്പ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സെക്കൻഡ് ക്രോപ്പിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. സെക്കൻഡ് ക്രോപ്പിൽ അപൂർവം വന്നിട്ട് ഇങ്ങനെ വരാറില്ല. പക്ഷേ നല്ല കരുത്തുള്ള മണ്ണും നല്ല വളക്കൂറും നമ്മുടെ നോട്ടവും നല്ല ശ്രദ്ധ കൊടുത്തത് കൊണ്ട് നമുക്ക് ഒരു 7 ചീർപ്പോളം വന്നിട്ടുണ്ട്. മാക്സിമം എല്ലാം ഒരു പകുതിയോളം വാഴയും 7 ചീർപ്പ് വരാനുള്ള ഒരു കരുത്തുണ്ട് വാഴയ്ക്ക് കണ്ടാൽ തന്നെ. നല്ല വലിപ്പവും തൂക്കവുമുള്ള കായ്കൾ ഈ ഏത്തവാഴത്തോട്ടത്തിന്റെ പ്രത്യേകതയാണ്. അതിനാൽ ഇതിന് ആവശ്യക്കാർ ഏറെയാണ്. പഴുത്താൽ നല്ല സ്വാദുള്ള ഈ ഏത്തക്കായ സാധാരണ ചിപ്സിനും മധുര ചിപ്സിനും മറ്റുമായി ഉപയോഗിക്കാൻ കഴിയും. വാഴയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വിറ്റുപോകുമെന്നതിനാൽ കൂമ്പ്, വാഴത്തട, ഇല എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ട്. ജലസേചനാർത്ഥം 18 ഏക്കറിന്റെ നടുവിൽ ഒരു കിണർ സ്ഥാപിച്ചിരിക്കും. ഇതിൽ നിന്നാണ് എല്ലാ കൃഷിക്കും ആവശ്യമായുള്ള വെള്ളമെടുക്കുന്നത്. എല്ലാ കാലത്തും ധാരാളം വെള്ളം കിട്ടുന്ന ഈ കിണറിൽ നിന്നും പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് വെള്ളം എടുക്കുന്നത്. പരമ്പരാഗത രീതിക്ക് പുറമെ ആധുനിക കൃഷിരീതി പിന്തുടരുന്നതിൽ അത് പ്രാവർത്തികമാക്കുന്നതിലും നാഗരാജൻ വിമുഖത കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കിയത്. ദിവസവും 2 നേരമാണ് ജലസേചനത്തിനായി സമയം കണ്ടെത്തുന്നത്. ഒരു സ്വിച്ച് ഇട്ടാൽ എല്ലായിടത്തും വെള്ളം തുല്യ അളവിലെത്തുന്ന രീതിയിലാണ് ഇറിഗേഷൻ സമ്പ്രദായം. തോട്ടത്തിൽ വന്നിട്ട് 3 കിണറുണ്ട്. ഈ 3 കിണറിലും മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോട്ടർ സെറ്റ് ചെയ്തിട്ട് എല്ലാം ട്രിപ്പ് ഇറിഗേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാം ട്രിപ്പ് ഇറിഗേഷൻ മീൻസ് ട്രിപ്പറാണെല്ലാം.
ഓരോ തെങ്ങിനും ഒരു മണിക്കൂർ കൊണ്ട് 40 ലിറ്റർ വെള്ളവും ജാതിക്ക് 24 ലിറ്റർ വെള്ളവും കൊക്കോയ്ക്ക് 16 ലിറ്റർ വെള്ളവുമാണ് നമ്മൾ വാട്ടർ ഫെസിലിറ്റി നമ്മൾ ചെയ്തിട്ടുള്ളത്. വാഴ, ജാതി, കൊക്കോ, തെങ്ങ്, അടയ്ക്കാമരം തുടങ്ങി 18 ഏക്കറിൽ എന്തൊക്കെ ചെടികളും ഫലവൃക്ഷങ്ങളും ഉണ്ടെങ്കിലും അവയ്ക്കെല്ലാം ഒരേപോലെ തളിർക്കാനും പൂക്കാനും കായ്ക്കാനും ഈ ജലസേചന പദ്ധതി അനുഗ്രഹമാകുന്നു. കൃഷിയിലും ജീവിതത്തിലും നാഗരാജനെ സഹായിക്കുന്നത് ഭാര്യയാണ്. நான் இதுக்கு முன்னாடி எனக்கு இங்கே கல்யாணம் பண்ணி இங்கே வர்றதுக்கு முன்னாடி எனக்கு விவசாயத்தை பற்றி பெருசாக எதுவும் தெரியாது. இவங்களோட இன்ட்ரெஸ்ட் பார்த்தா எனக்கும் விவசாயத்து மேலே ஒரு ஈடுபாடு வந்தது. அப்புறம் நாங்கள் வந்ததுக்கப்புறம் எங்களுக்கு மெயினான விவசாயம் தான் எங்களோட மெயினான தொழில்னால இவங்களுக்கு ஹெல்ப் பண்ண வேண்டியதான் முதல்ல என்னோட ஃபர்ஸ்ட்டாக கடமைன்னு நினச்சேன். அதுக்கப்புறம் தான் ரெண்டாவது இவங்க செய்கிற தொழிலுக்கு மேலேயெல்லாம் எனக்கு ஒரு ஈடுபாடு வந்து நானாகவே அது கற்றுக்கவும் செஞ்சுக்கவும் பழகிட்டேன். இங்கே ஆளுங்க டெய்லி வருவாங்க வேலைக்கு. அப்போது வரும்போது அவங்க கிட்ட கூட நின்று வேலை வாங்கும்போது என்னென்ன வேலை செய்கிறது அப்படிங்கிறது ஃபஸ்ட்டு நான் தெரிஞ்சுட்டு அப்புறமா அவங்களுக்கு வெட்டியோ அது மாதிரி சொல்லி கொடுக்க ஆரம்பித்தேன். இதுக்கெல்லாம் எனக்கு சப்போர்ட்டாகவும் உறுதுணையாக இருக்கிறது எங்கள் வீட்டுக்காரர் தான். அவர்னால தான் எனக்கு இதெல்லாம் தெரிஞ்சுக்க വന്നത്. സസ്യജാലങ്ങളോടുള്ള സ്നേഹം പോലെ വളർത്തു മൃഗങ്ങളോടുള്ള ആഭിമുഖ്യം കാരണം ചെറിയ തോതിൽ ആടുകളെയും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. കുസൃതി നിറഞ്ഞ ഈ ആട്ടിൻപറ്റത്തിനെ അഴിച്ചുവിട്ട് സ്വതന്ത്രമായി മേയാൻ വിടുമെന്നത് ഒരു പ്രത്യേകതയാണ്. ആട് മധുര ആ ഭാഗത്ത് വാടിപ്പട്ടി ആ സ്ഥലത്ത് വളർന്ന ഒരു ഇനം വെറൈറ്റിയാണ്. ഇത് കീഴ്ക്കരിച്ചി പറയുന്ന ഒരു ബ്രീഡിൽപ്പെട്ട ഒരു ഇനമാണ്. അത് ഈ നല്ല ചണ്ടയിടാനുള്ള പറ്റിയ ഒരു വെറൈറ്റി പെട്ടതാണ്. വീട്ടാവശ്യത്തിനുള്ള പാലിനു വേണ്ടി നാടൻ ഇനത്തിൽപ്പെട്ട 2 പശുക്കളെ നാഗരാജനും ഭാര്യയും വളർത്തുന്നുണ്ട്. സമീകൃത ആഹാരത്തിന് പുറമെ പുല്ലും വൈക്കോലും ഇവയ്ക്ക് ഭക്ഷണമായി നൽകുന്നു. ഏക്കറിലെ പാറക്കൂട്ടം പൊട്ടിച്ചപ്പോൾ രൂപം കൊണ്ട ഈ കുളം എണ്ണിയാൽ ഒടുങ്ങാത്ത മത്സ്യസമ്പത്തിന്റെ ഖനിയാണെന്ന് പറയാം. സൈപ്രസ്, ഗ്രാസ് കാപ്പ്, കട്ല, റോഹു, മൃഗാൾ എന്നിവ അവയിൽ ചിലതാണ്. ബ്രെഡാണ് ഇവിടെ വളരുന്ന മത്സ്യത്തിന്റെ ഇഷ്ടഭക്ഷണം. നാഗരാജൻ എത്തുമ്പോഴേക്കും നാഗരാജൻ അരികിലേക്ക് മത്സരിച്ച് ബ്രെഡിനു വേണ്ടി നീന്തിയെത്തുന്ന മത്സ്യങ്ങളുടെ ആവേശം ആരെയും ആകർഷിക്കുന്നതാണ്. എല്ലാ കൃഷിക്കും ഒരു കുടക്കീഴിൽ എന്നും വിളവ്. ഇതാണ് നാഗരാജൻ എന്ന കർഷകന്റെ തലവാചകം. നാഗരാജനെ പോലെയുള്ളവരുടെ അധ്വാനവും ആത്മാർത്ഥതയുമാണ് കാർഷിക കേരളത്തിന്റെ അഭിവൃദ്ധിയുടെ അടയാളം.